ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഇതുവരെ ചാനലിൽ ചെയ്യാത്ത ഒരു വെറൈറ്റി കണ്ടൻറ്റായിട്ട് ഇറങ്ങിയാണ്. വേറെ ഒന്നുമല്ല, ഒരു ഫിഷിംഗ് വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയാണ്. രാവിലെ ഏകദേശം സമയം 6 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 7:45. ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കുന്ന ലെവലിലേക്ക് ഇറങ്ങിയാണ്. കാര്യമായിട്ടൊന്നുമല്ല, നമ്മൾ എങ്ങനെ ചെയ്യൽ, എന്തൊക്കെ ഇതിൻ്റെ പരിപാടി എന്നുള്ളതൊക്കെ അറിയാം. നമ്മൾ ആശാൻ നവാസിനായിട്ടും പിന്നെ നമ്മളെ അണ്ണൻ സൽമാനും ഉണ്ട് അവിടെ. സോ നമ്മൾ ഏകദേശം 6 മണിക്ക് ഇറങ്ങിയാണ്. സോ അപ്പം മുതലുള്ള എല്ലാ വിഷ്വൽസും നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുടുങ്ങ നോക്കട്ടെ. ഫിഷ് ഇതെന്താ മോനേത് സാധനം? ഇത് എറിയലും എടുക്കലും പിടിക്കലൊക്കെ അറിയോ? എനിക്കറിയോ? ഇവിടെ കുറച്ചും കൂടി എറിഞ്ഞാൽ മതിയോ? അടിക്കുമെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറണോ? വെറുതെ അവിടെ ഒരു കാര്യമില്ല, നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കണം. സാധനം മാറ്റാട്ടോ. പുതിയ തവള. പുതിയ തവള. എറിഞ്ഞോ? ഗൈസ്, നൈസായിട്ട് സ്പോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് ഇതിന്റെ മെക്കാനിസം എങ്ങനെടാ? ഗൈസ്, നവാസിൻ്റെ ഒരു അവിടെ കുടുങ്ങി. ഇനിയിപ്പോൾ എടുക്കാൻ പോവാണ്. വേറെ എണ്ണതാ അവിടെ നിന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു വിളിച്ചാടിൻ്റെ ജീവടുത്ത് ഞാൻ തന്നെയല്ലേ വ്യത്യസ്തമായ വഴികളിലൂടെ സൽമാൻ്റെ ഫസ്റ്റ് മീൻ 100. അണ്ണ എത്ര മിനിറ്റ് കൊണ്ടാ? മണിക്കൂർ കൊണ്ട് ഇവിടെ എടുത്തതാ. മണിക്കൂറല്ല, 15 മിനിറ്റ്. അതാ ഉദ്ദേശിച്ചത്, മണിക്കൂർ. ഗൈസ്, വെറൈറ്റി മരത്തിന്റെ മേലെ കൂടെ ഇട്ടിരുന്ന അണ്ണൻ സീനാട്ടോ. ഒരാൾ തവട്ടം നിന്നിട്ട് ഇപ്പോഴും സ്റ്റിൽ ഓൺ ഗോയിങ്. സൽമാൻ സെറ്റല്ല? സോ ഗൈസ്, നമ്മളെ നവാസിനെയും സൽമാനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവർ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അണ്ണനാണ് കേട്ടോ ഫോക്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് ഫിഷ് കിട്ടിയില്ലെങ്കിലും സീനില്ല. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ടീം മുമ്പാടെ വരുന്നുണ്ട് വേറെ. അപ്പോൾ അവരെ കൂടി വന്നിട്ട് ജസ്റ്റ് നോക്കും. നമുക്ക് എന്തായാലും ഇപ്പോൾ ചാനലൊക്കെ ഒന്ന് റീവാമ്പ് ചെയ്തല്ല, അപ്പോൾ പുതിയ പുതിയ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സോ ലെറ്റ്സ് നോക്കി നോക്കാം. നമ്മൾ ആദ്യം ഒരു താമരക്കുളത്തിൻ്റെ അവിടെ തുടങ്ങി വന്ന് അവിടെ ഇട്ടിട്ട് വന്ന് ഇപ്പോൾ നല്ല പോയിൻ്റ് ഏകദേശം നടുവിലെത്തി. ആൻഡ് സ്റ്റിൽ ഹോപ്പുണ്ട്. അവിടെ ഇവിടെ വെട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. നൈസായിട്ട് ട്രെയിനിൻ്റെ വോയിസൊക്കെ കേൾക്കാം നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട്.
നല്ല രസമുണ്ട് കേട്ടോ. മീൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഒരുപാട് നാച്ചുറിനോട് അടുക്കാൻ പറ്റി. അതാണ് ഈ ഒരു ഫിഷിംഗ് വ്ളോഗിലൂടെ കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ. ഓൾസോ ഗൈസ്, നമ്മളെ ടീംസ് നവാസും സൽമാൻ ഫിഷിങ്ങിന് പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ടീമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമല്ലേ ഉള്ളൂ, ഇൻസ്റ്റാ പേജ് ഉണ്ട്, ലൈക്ക് ലെജൻസ് അല്ലേ? ലൈക്ക് ലെജൻസ്. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക മാക്സിമം. സോ നമ്മൾ ഇവരായിട്ട് കൊളാബ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുഴയിലൊക്കെ പോയിട്ടും പറ്റുകയാണെങ്കിൽ നമുക്ക് കടലിലൊക്കെ പോയിട്ടും കിടിലം സാധനങ്ങൾ പ്ലാനിങ് ആണ് ഓൺ ദ വേ. സോ ഇനിയിപ്പോൾ നവാസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നവാസ് ഓക്കെ ഗൈസ്, അതിസാഹസികമായ മീൻപിടുത്തം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. സൽമാൻ നമ്മളെ മെയിനായിരുന്നു. ഇതൊക്കെ കുറേ നേരം പരിശ്രമിച്ചു, പക്ഷേ നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇവർക്ക് ഇതിന് മുമ്പൊക്കെ കിടിലം കാലങ്ങൾ കിട്ടിയിരിക്കുന്നത്. ആ വീഡിയോസ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു ലക്ക് പരീക്ഷണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ് എങ്ങനെ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയാണ്, വേറെ ഒന്നുമല്ല. ഭയങ്കര രസമുണ്ട്. ഇതിന്ന് ഞാൻ ഇതിന് മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലത്തെ ആ ഒരു ഫിഷിംഗ് സെഷൻ കഴിഞ്ഞിട്ട് നല്ല കിടിലം ഉറക്കം പാസ്സാക്കി. അറിയാതെ എനിക്ക് കിടന്നു പോയത്, ഉറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ടീമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അവരെ ഫിഷിങ്ങും കാര്യങ്ങളൊന്നും പോയി എടുക്കാൻ പറ്റിയില്ല, പിന്നെ നല്ല വെയിലുമായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 8 മണി 9 മണി ടൈമിലാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച വീഡിയോത്തെ പോലെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും നമുക്ക് അൺലക്കി ആയിരുന്നു, എൻ്റെ ഭാഗ്യക്കേട് തന്നെ പറയാം. നമ്മൾ ചെക്ക് സൽമാൻ ആയാലും നവാസ് ആയാലും ഇതിന് മുമ്പ് കുറേ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ അവിടെ ആഡ് ചെയ്യാം. സോ എന്തായാലും എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നല്ല ക്ഷമ വേണം ഈ ഒരു പരിപാടിക്ക്. അതാണ് എനിക്ക് ഇതിന് പഠിച്ചൊരു കാര്യം. അതാണ് നല്ല ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ കിട്ടും. സോ ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നവാസും നമ്മളെ സൽമാനും ഉണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരണം. ലൈക്ക് ലെജൻസ് പേജ് മറക്കണ്ട. നമ്മളെ അണ്ണനാണ് സൽമാൻ. ചെക്കൻ നല്ല ഡെഡിക്കേഷൻ ഉണ്ട്, ക്ഷമ നല്ല ഉണ്ട്. 7 മണിക്ക് പോയി ഇരുന്നിട്ട് ഇപ്പോൾ സമയം 10:15 സോ ലൈക്ക് ലെജൻസ് പേജ് 2024 ഉണ്ട് അല്ലേ? ലൈക്ക് ലെജൻസ് 2024. ആ പേജ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളെ വീഡിയോസൊക്കെ ഇനി കൊളാബ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. സോ പുതിയൊരു വീഡിയോ കാണുന്നവർക്കും ദിസ് ഈസ് മീ മിച്ചൂസ് സൈനിങ് ഓഫ്. ബൈ.